പ്രിയപ്പെട്ടവരെ, കഴിഞ്ഞ ദിവസം ഒരു വീഡിയോ കാണുകയുണ്ടായി. ഹണിയം വർഗീസ്, അതായത് നടിയെ ആക്രമിച്ച കേസിൽ വിധി പറഞ്ഞ ജഡ്ജി, അവരെ ഹൈക്കോടതി ജഡ്ജിയായി നിയമിക്കുന്നതിന് വേണ്ടിയിട്ട് ശുപാർശ ചെയ്തു. അവരെ കാറിൽ ആനയിച്ച് കൊണ്ടുപോകുന്നതിൻ്റെ പടമൊക്കെ ഒരുപാട് കേരള സമൂഹത്തെ കൊഞ്ഞനം കുത്തുന്ന മാതിരി കാണുകയുണ്ടായി. ഇത് കേരളത്തിലെ സ്ത്രീകളോടും ജനാധിപത്യ വിശ്വാസികളോടും ചെയ്യുന്ന ഒരു കുടുംബ വഞ്ചനയായിട്ട് എനിക്ക് ഫീൽ ചെയ്തു. നേരത്തെ തന്നെ ഒട്ടും നീതി കിട്ടാത്ത ഒരു വിഭാഗമായി സ്ത്രീ വിഭാഗം നിൽക്കുമ്പം പുരുഷാധിപത്യത്തിനെ വീണ്ടും കുടപിടിക്കുന്ന തരത്തിലൊരു നിലപാട് സ്വീകരിച്ചുകൊണ്ട് ഉള്ള ഒരു നീക്കം നടത്തുന്നത് അതീവ ഗൗരവത്തോടും ഭയത്തോടും കൂടി മാത്രമേ കാണാൻ കഴിയുകയുള്ളൂ. ഇതിൽ ഇനിയെങ്കിലും സ്ത്രീകൾക്ക് ഒരു നീതിയുള്ള ഒരു ലോകം ഉണ്ടാവണം എന്നുള്ളതിൻ്റെ പ്രവർത്തനങ്ങൾ അവിടിവിടങ്ങളിലായി ചെറിയ രീതിയിൽ നടന്നുകൊണ്ടിരിക്കുന്ന ഒരു കാലഘട്ടം കൂടിയാണ് നാം കടന്നുപോയി കാലഘട്ടം. അപ്പോൾ അങ്ങനെയുള്ളൊരു സമയത്ത് നടിയെ ആക്രമിച്ച കേസ് സമൂഹത്തിൽ വലിയ ചലനങ്ങൾ ഉണ്ടാക്കുകയും സമൂഹത്തിൽ ആളുകളെ കുറച്ചൊക്കെ ചിന്തിപ്പിക്കുകയൊക്കെ ചെയ്തിട്ടുള്ള ഒരു സംഭവമാണ്. അങ്ങനെ ആ വിഷയത്തിൽ അന്ന് ഒരു നീതിയുക്തമായ വിധിയല്ല ഉണ്ടായിട്ടുള്ളതെന്ന് ഒരു അഭിപ്രായം ഉള്ള ജഡ്ജിയെ വീണ്ടും ഹൈക്കോടതി ജഡ്ജിയായി നിയമിക്കാൻ ശുപാർശ ചെയ്യുക വഴി നമ്മളെ ഭയപ്പെടുത്തുകയാണ്. സ്ത്രീ സമൂഹത്തെ, ജനാധിപത്യ വിശ്വാസികളെ എല്ലാം ഭയപ്പെടുത്തുകയാണ് ചെയ്തിട്ടുള്ളത്. ഇപ്പോൾ തന്നെ ആവശ്യത്തിലധികം ക്രൂശിക്കപ്പെട്ടുകൊണ്ടിരിക്കുന്ന ഒരു വിഭാഗമായ സ്ത്രീകളെ വീണ്ടും പുരുഷാധിപത്യത്തിൻ്റെ മുഖത്തിലിട്ട് ഞെരിച്ചു കൊല്ലാൻ ഉള്ള പ്ലാനാണോ എന്ന് ഭയപ്പെടുന്നുണ്ട്. കാലങ്ങളായിട്ട് സ്ത്രീകൾ പുരുഷാധിപത്യത്തിൽ കിടന്ന് നേറിക്കൊണ്ടിരിക്കുകയാണ്. അതിൻ്റെ ശക്തി ഈ അടുത്ത കാലത്തായിട്ട് കൂടിയിട്ടുമുണ്ട്. ഫാസിസ പ്രവർത്തനങ്ങൾ പെൺകുട്ടികളെ വലിച്ചിഴച്ചു കൊണ്ടുപോയും സ്ത്രീകളെ വലിച്ചിഴച്ചു കൊണ്ടുപോയും ഒക്കെ ബലാത്സംഗം ചെയ്യുകയും കൊല്ലുകയും വഴിയിലിട്ട് ക്രൂരമായിട്ട് വൈരാഗ്യത്തോടുകൂടി വെട്ടിക്കൊല്ലുകയും ബൈക്കിൽ നിന്ന് വലിച്ച് ഇഴച്ച് വെട്ടുകയും ഒക്കെ ചെയ്യുന്ന ഒരുപാട് സംഭവങ്ങൾ, പലതരത്തിലുള്ള അതിക്രമങ്ങൾ പുരുഷന്മാരുടെ ഭാഗത്തു നിന്ന് വരുന്നതായിട്ടുള്ള സംഭവങ്ങൾ നമ്മൾ ദിനംപ്രതി കണ്ടുകൊണ്ടിരിക്കുന്ന ഒരു സമയത്ത് ഇതുപോലെയുള്ള നിലപാട് അധികാരികളുടെ ഭാഗത്തു നിന്നുണ്ടാകുമ്പോൾ നമുക്ക് വിലയിരുത്താൻ കഴിയുന്നത് നമ്മൾ ഈ ഇരകളാകുന്ന സ്ത്രീകളോടൊപ്പമല്ല, അല്ലെങ്കിൽ ദുർബലരായ മനുഷ്യരോടൊപ്പമല്ല ഈ ഇവിടുത്തെ അധികാരവർഗം എന്നുള്ളതാണ്. നമ്മൾ കോടതികളിലും അധികാരികളിലും പോലീസിലുമൊക്കെ വിശ്വാസം അർപ്പിച്ചിരുന്ന ഒരു കാലമുണ്ടായിരുന്നു. അത് പക്ഷേ നമ്മളുടെ വെറും വിശ്വാസങ്ങൾ മാത്രമാണെന്നും നമ്മൾ വിചാരിച്ചതൊക്കെ സങ്കല്പങ്ങളാണെന്നും ഒക്കെയാണ് നമ്മൾ അനുഭവങ്ങൾ കൊണ്ട് മനസ്സിലാക്കിയിട്ടുള്ളത്. അത് ഈ നാട്ടിലെ ഓരോ വ്യക്തികൾക്കും അറിയാവുന്ന ഒരു കാര്യമാണ്. ഇവിടെ നീതിയല്ല നടപ്പാക്കപ്പെടുന്നത്, സ്വാധീനവും അധികാരവും പണവും ഒക്കെ ഉള്ളവൻ്റെ ഭാഗത്താണ് കാര്യങ്ങൾ തിരിഞ്ഞു മറിയുന്നതെന്ന് എല്ലാവർക്കും മനസ്സിലായിട്ടുള്ളൊരു കാര്യമാണ്. ഇവിടെ കോടതികളിലും പോലീസിലും ഒക്കെ ക്രിമിനലുകളും ഫ്രോഡുകളും ഒക്കെ ഉണ്ടെന്നുള്ളത് അനന്തു സുരേഷ് കുമാർ ഒരു വീഡിയോയിലൂടെ സംസാരിക്കുന്നത് ഞാൻ കേൾക്കുകയുണ്ടായി. അത് അനന്തു പറഞ്ഞ് മാത്രമല്ല, അല്ലാതെയും എല്ലാവർക്കും അറിയാവുന്ന, ഏകദേശം ആൾക്കാർക്ക് ഒക്കെ അറിയാവുന്ന കാര്യമാണ്. അപ്പം അതുമായിട്ട് ബന്ധപ്പെട്ട് അനന്തു സുരേഷ് കുമാർ പറയുന്ന കാര്യങ്ങളും കൂടെ നിങ്ങൾ ഇതോടൊപ്പം ഒന്ന് ചേർത്ത് വായിക്കൂ. എന്നിട്ട് ഈ വിഷയത്തിൽ അടങ്ങിയിരിക്കേണ്ട സമയമല്ല ഇത്. ഈ സമയത്ത് തക്കതായ നിലപാടുകൾ എടുക്കുകയും പ്രതികരിക്കുകയും ചെയ്യാനായിട്ട് കേരള സമൂഹത്തിലെ തുല്യനീതി പ്രതീക്ഷിക്കുന്ന വ്യക്തികൾ എന്തെങ്കിലുമൊക്കെ അവരവർക്കാകുന്നത് ചെയ്യണം, പ്രതികരിക്കണം എന്ന് ഒരു താഴ്മയായിട്ട് അഭ്യർത്ഥിക്കുന്നു. നമസ്കാരം. സൂപ്പർ താരം ദിലീപ് 8ാം പ്രതിയായിരുന്ന കുപ്രസിദ്ധമായ ഒരു 8-9 കൊല്ലം മുമ്പ് വരെ കേരള സമൂഹത്തിന് കേട്ടുകേൾവി ഇല്ലാതിരുന്ന
തരത്തിലുള്ള ആ ബലാത്സംഗ കൊട്ടേഷൻ കേസുമായി ബന്ധപ്പെട്ട് ഫേസ്ബുക്കിൽ കഴിഞ്ഞ കുറച്ച് വർഷങ്ങൾക്കിടയിൽ പല കുറിപ്പുകൾ എഴുതുകയും എനിക്ക് ലഭിച്ച ചില അവസരങ്ങൾ ഉപയോഗിച്ച് മാധ്യമ ചർച്ചകളിൽ ചില അഭിപ്രായങ്ങൾ രേഖപ്പെടുത്തുകയൊക്കെ ചെയ്തിട്ടുള്ള ഒരാളാണ് ഞാൻ. എൻ്റെ പേര് അനന്തു സുരേഷ് കുമാർ എന്നാണ്. വളരെ യാദൃശ്ചികമായിട്ടാണ് കഴിഞ്ഞ ദിവസം ഒരു വിവരം അറിയാൻ കഴിഞ്ഞത്. ആ കേസിലെ ജഡ്ജ് ആയിരുന്ന ബഹുമാനപ്പെട്ട ജഡ്ജ് ഹണി എം വർഗീസിന് ഹൈക്കോടതി ജഡ്ജി ആയി സ്ഥാനക്കയറ്റം ലഭിക്കുന്നു. അതിനുവേണ്ടിയുള്ള ശുപാർശ ഹൈക്കോടതി ചീഫ് ജസ്റ്റിസ് അടങ്ങുന്ന കൊളീജിയം സമർപ്പിച്ചിരിക്കുന്നു എന്ന്. അപ്പോൾ അങ്ങനെ കഴിഞ്ഞ ദിവസം ഞാൻ എൻ്റെ ഒരു പ്രതികരണം, ആ വിഷയത്തോടുള്ള എൻ്റെ ഒരു പ്രതികരണം ഞാൻ ഇതേ ഫേസ്ബുക്കിൽ തന്നെ എഴുതിയിരുന്നു. അതിശക്തമായി നമ്മൾ പ്രതികരിക്കേണ്ട ഒരു വലിയ ജുഡീഷ്യൽ ഗുണ്ടായിസവും ജുഡീഷ്യൽ തോന്നിവാസവുമാണ് ഈ ശുപാർശ എന്നാണ് എൻ്റെ അഭിപ്രായം. എന്നോട് യോജിക്കുന്നവരുണ്ടാകാം, എന്നോട് വിയോജിക്കുന്നവരുണ്ടാകാം. അൺഫോർച്ചുനേറ്റ്ലി ദിലീപ് എന്ന് പറയുന്ന വ്യക്തി അദ്ദേഹത്തിന്റെ പണവും സ്വാധീനവും എല്ലാ തരത്തിലുള്ള കഴിവുകളും ശക്തിയും പവറും എല്ലാം ഉപയോഗിച്ച് വളരെ ഒരു ഹേനിയസ് ആയിട്ടുള്ള ഒരു മാനിപ്പുലേഷനിലൂടെ സമ്പാദിച്ചെടുത്ത ഒരു വിധിയാണിത് എന്നാണ് ഞാൻ വിശ്വസിക്കുന്നത്. ഈ കേസിലെ സർവത്ര ഫ്രോഡുകളും വളരെ സിമ്പിളായിട്ട് കേരള ജനതയ്ക്ക് മനസ്സിലാക്കി തരാവുന്ന ഈ കേസിലെ ഏറ്റവും പ്രധാനപ്പെട്ട കണ്ണിയാണ് ഈ കേസിലെ അതായത് ആ ബലാത്സംഗ ദൃശ്യങ്ങൾ അടങ്ങുന്ന ആ മെമ്മറി കാർഡിന്മേൽ നടന്ന ഫ്രോഡ്. സുപ്രീം കോടതി വക്കീലന്മാര് മുതൽ ഇങ്ങേ അറ്റത്ത് ഏറ്റവും വലിയ ഞരമ്പ് രോഗികൾക്ക് വേണ്ടി പോലും ഘോരഘോരം വാദിക്കുന്ന രാഹുൽ ഈശ്വർ വരെയുള്ള ആളുകളെ നിങ്ങൾ കാണും ദിലീപിന് വേണ്ടി പബ്ലിക്കായിട്ട് വാദിക്കുന്നത്. ഏറ്റവും എക്സ്പെൻസീവ് ആയിട്ടുള്ള, ഏറ്റവും പോളിഷ്ഡ് ആണെന്ന് നിങ്ങൾക്ക് തോന്നുന്ന സോ കോൾഡ് നിഷ്പക്ഷ നിരീക്ഷകർ ആയിട്ടുള്ള ശ്രീജിത്ത് പണിക്കരെ പോലെയുള്ള ആളുകളെ ഉൾപ്പെടെ നിങ്ങൾ കാണും ദിലീപിന് വേണ്ടി പബ്ലിക്കായി വാദിക്കുന്നത്. ഇവരാരെങ്കിലും ഈ കണ്ട കാലത്തിനിടയ്ക്ക് ഒരു ലോജിക്കലായിട്ടുള്ള മനുഷ്യന്റെ സാമാന്യ യുക്തിക്ക് മനസ്സിലാവുന്ന ഒരു എക്സ്പ്ലനേഷൻ ആ അക്രമ ദൃശ്യങ്ങൾ അടങ്ങുന്ന മെമ്മറി കാർഡിന്മേൽ നടന്ന 3 ഇല്ലീഗൽ ആക്സസിങ്ങിനെ കുറിച്ച് നൽകിയിട്ടുണ്ടോ? ഈ പറയുന്ന പ്രസ്തുത കോടതി വിധിയിൽ ഈ മെമ്മറി കാർഡിന്മേൽ ഉണ്ടായിട്ടുള്ള ഈ ഫ്രോഡ് പ്രോപ്പറായിട്ട് അഡ്രസ് ചെയ്യപ്പെട്ടിട്ടുണ്ടോ? ഈ പറഞ്ഞ സുപ്രീം കോടതി വക്കീലന്മാർ മുതൽ രാഹുൽ ഈശ്വർ വരെയുള്ള ആളുകളോട് എന്തിന് പലതരത്തിലുള്ള എക്സ്പ്ലനേഷൻസ് അവർ നമുക്ക് തരും. പക്ഷെ എന്തിന് ആ 3 ക്രിമിനലുകൾ ആ മെമ്മറി കാർഡിൽ തൊട്ടു എന്ന വളരെ സിമ്പിൾ ആയിട്ടുള്ള ചോദ്യത്തിന് ഇവരാരെങ്കിലും നമുക്ക് ഉത്തരം തന്നിട്ടുണ്ടോ എന്നുള്ളൊരു ചോദ്യം ഞാൻ നിങ്ങൾക്ക് മുന്നിൽ വെക്കുകയാണ്. എന്തായാലും എനിക്ക് വളരെ രസകരമായ ഒരു ഉത്തരം കഴിഞ്ഞ ദിവസം അതിന് കിട്ടുകയും അത് നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യാനും വേണ്ടിയാണ് ശരിക്കും ഞാൻ ഈ വീഡിയോ ഇപ്പോൾ ചെയ്യുന്നത്. അനിൽ ദാസ് എന്ന് പറയുന്ന ഒരു കോടതി ജീവനക്കാരൻ കഴിഞ്ഞ ദിവസം എനിക്കൊരു വോയിസ് മെസ്സേജ് അയച്ചു. ആക്ച്വലി 2 വോയിസ് മെസ്സേജ്, ഒന്ന് ഒരു 1 മിനിറ്റും ഒന്നൊരു 45 സെക്കൻഡും വരുന്ന 2 വോയിസ് ക്ലിപ്പുകൾ അയച്ചു. അദ്ദേഹം എന്നെ വിമർശിക്കുകയായിരുന്നു. എന്തിനാണ് ഞങ്ങളുടെ ഹണി മാഡത്തിനെ ഇങ്ങനെ ക്രൂശിക്കുന്നത്, എന്തിനാണ് ഇങ്ങനെ ചെയ്തതെന്നൊക്കെ പറഞ്ഞു. ആ ക്ലിപ്പ് ഞാനിപ്പോൾ അതേപോലെ നിങ്ങളുടെ മുന്നിൽ പ്ലേ ചെയ്യാണ്. 2 ക്ലിപ്പും ഒന്നിച്ചാണ് പ്ലേ ചെയ്യുന്നത്. എല്ലാവരും ദയവീത് അതൊന്ന് ശ്രദ്ധിക്കണം. ഒരു കാര്യം നേരത്തെ പറയുന്നു, ഈ 45 സെക്കൻഡിന്റെ 2ാമത്തെ ക്ലിപ്പ് എൻഡ് ചെയ്യുന്നത് ഇച്ചിരി അബ്രപ്റ്റ് ആയിട്ടാണ്. അത് അങ്ങനെ തന്നെയാണ് എനിക്ക് കിട്ടിയത്. ഇത് മൊത്തം ഞാനിപ്പോൾ പ്ലേ ചെയ്യുന്നത് നാളെ ഞാനിത് സന്ദർഭത്തിൽ നിന്ന് അടർത്തിയെടുത്ത് എന്തെങ്കിലും ചെയ്തു എന്നൊക്കെ പറയാതിരിക്കാൻ വേണ്ടിയാണ്. 2 ക്ലിപ്പുകളും അതേപോലെ കേൾപ്പിക്കുകയാണ്. വളരെ രസകരമായ ചില ഫൈൻഡിങ്സ് ഉണ്ട് നമുക്ക് ഈ ക്ലിപ്പിൽ. അപ്പോൾ എല്ലാവരും ദയവായിട്ട് ആദ്യം അതൊന്ന് കേൾക്കുക. നിങ്ങൾ എഴുതിയിരിക്കുന്ന പോസ്റ്റ് ഞാൻ വായിച്ചു. നിങ്ങൾ ഈ പറയുന്നത്, നിങ്ങൾ എഴുതുന്നതിനൊരു സാങ്കത്യമുണ്ട്. ഇത് മുകളിലത്തെ കോടതിയിലൊക്കെ പോയിട്ട് തള്ളിയിട്ടാണ്, ഹണി മാഡത്തിൻ്റെ ജഡ്ജിമെൻറ്റ് തള്ളിയിട്ടാണ് നിങ്ങൾ ഇത് എഴുതിയാൽ കുറച്ചെങ്കിലും സാങ്കത്യമുണ്ട്. അങ്ങനെ അല്ലാതെ ഒരു പുനഃപരിശോധനയ്ക്ക് വിധേയമാകാത്തടത്തോളം ഈ നിങ്ങൾക്കറിയാത്ത ആളെ, നിങ്ങളുടെ സങ്കല്പങ്ങളെ നിങ്ങളിങ്ങനെ വെറുതെ പബ്ലിക്കായി എഴുതാനൊരവസരം കിട്ടുന്നു എന്ന് പറഞ്ഞ് എന്തിനാണ് തേജോവധം ചെയ്യുന്നത്? ആ മാഡം നല്ല മാഡമാണ്, അത് നിങ്ങൾക്കറിയില്ല, എനിക്കറിയാം. അതുകൊണ്ടാണ് ഞാൻ പറയണത്. അവരെ ബന്ധങ്ങളൊന്നും അവരുടെ ജുഡീഷ്യറിയിലെ നിഷ്പക്ഷതയൊന്നും അവർ സ്വാധീനിച്ചിട്ടില്ല. അങ്ങനെയാണെങ്കിൽ ഇവിടെ പലതും നടക്കണമായിരുന്നു, എണ്ണി പറയാമായിരുന്നു. സത്യസന്ധമായ ജഡ്ജിമാർ ജുഡീഷ്യറിക്ക് ആവശ്യമാണ്, അതേപോലെ ഹണി മാഡം ആവശ്യമാണ്. ഇത് ഞാൻ വിധേയനായതുകൊണ്ടൊന്നുമല്ല പറയുന്നത്, ഒരു വ്യക്തിയെ അറിയാമെന്നുള്ളത് കൊണ്ടാണ് പറയുന്നത്. പിന്നെ ഈ നോക്കിയത് ജഡ്ജാണ്. ജഡ്ജ് ചിലപ്പോൾ കോടതിയിൽ നിന്നാണ് നോക്കേണ്ടതാണ് നിയമമെങ്കിലും ജാമ്യം വരാൻ നേരത്ത് അത് ഇതിൻ്റെ ക്രൂവൽറ്റി നോക്കിയിട്ടേ അത് കൊടുക്കാൻ കഴിയുള്ളൂ.
അപ്പോൾ എന്ത് ചെയ്യും, ചിലപ്പോൾ ജഡ്ജിക്ക് ചേംബറിലോ വസതിയിലോ കൊണ്ടുപോയി ഇത് നോക്കേണ്ടി വരും ഇതിൻ്റെ കാഠിന്യം, എന്നിട്ട് വേണം ജാമ്യത്തിൽ തീരുമാനം എടുക്കാൻ. അക്കാലത്തെ മജിസ്ട്രേറ്റ് മുതിർന്ന ജഡ്ജിയുടെ സഹായം തേടിയതൊന്നും തെറ്റുള്ള കാര്യമൊന്നുമല്ല. നിങ്ങളിതിൽ കനൽക്കട്ടയിൽ ഉറുമ്പരിക്കുമോ? അങ്ങനെ ഉറുമ്പരിക്കാൻ പറ്റുമോ? അതുകൊണ്ട് വെറുതെ അവർക്കെതിരെ ചെളിവാരി എറിയുക എന്നുള്ളതല്ലാതെ നിങ്ങൾക്ക് എന്താ പറയുക, വെറും നമ്മുടെ വളരെ നല്ല ജുഡീഷ്യൽ സിസ്റ്റം കൂടെ അവമതിക്കാനേ ഇത് ഉപകരിക്കുകയുള്ളൂ. ചീത്തയായ ആളുകളെ ആരും അവമതിച്ച് കണ്ടിട്ടില്ല. പക്ഷേ ജുഡീഷ്യൽ സിസ്റ്റത്തിലെ നല്ല ആളുകൾക്കെതിരെയാണ് ഇത് വരുന്നത്. കാരണം ഇവിടെ തിന്മ നടക്കാതിരിക്കാൻ ഇങ്ങനെയുള്ള ഈ അനിൽദാസ് എസ് എന്ന് പറയുന്ന ചേട്ടനെ കുറിച്ചിട്ട് ഫേസ്ബുക്ക് അദ്ദേഹത്തിന്റെ പ്രൊഫൈലിൽ പറയുന്നത് അദ്ദേഹം ജീവിക്കുന്നത് തൃപ്പൂണിത്തുറയാണ്. എറണാകുളം അഡീഷണൽ ഡിസ്ട്രിക്ട് സെഷൻസ് കോടതി 5 ജീവനക്കാരനായിരുന്നു ഇദ്ദേഹം എന്നുള്ളതാണ്. ഈ ക്ലിപ്പിൽ ഈ കഴിഞ്ഞ കുറച്ച് സമയം കൊണ്ട് അദ്ദേഹം നമുക്ക് പ്രൂവ് ചെയ്ത് തരുന്ന ചില കാര്യങ്ങളുണ്ട്. അതിൽ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം, ഒരു സീരീസ് ഓഫ് ക്രൈമുകൾ ഹണി എം വർഗീസ് കമ്മിറ്റ് ചെയ്തിട്ടുണ്ടെന്നാണ്. എൻ്റെ പരിമിതമായ നോളജ് കൊണ്ടാണ്. ഞാനൊരു വക്കീലല്ല, ഞാനൊരു നിയമ പണ്ഡിതനല്ല. പക്ഷെ എൻ്റെ പരിമിതമായിട്ടുള്ള ഒരു പൗരൻ എന്നുള്ള നോളജ് വെച്ച് ഞാൻ ബേസിക് ആയിട്ട് ഗൂഗിളിൽ നിന്ന് എടുത്ത ഇൻഫർമേഷൻ വെച്ചിട്ട് ഈ പറയുന്ന മെമ്മറി കാർഡ് ഇല്ലീഗലായിട്ട്, അൺലോഫുൾ ആയിട്ട്, അൺഓതറൈസ്ഡ് ആയിട്ട് ആക്സസ് ചെയ്തിരിക്കുന്നത് ഹണി എം വർഗീസ് നേരിട്ടാണെന്നാണ് ഈ അനിൽദാസ് ചേട്ടൻ ഇപ്പൊ നമ്മളോട് സമ്മതിച്ചിരിക്കുന്നത്. അങ്ങനെ ജഡ്ജിന് മെമ്മറി കാർഡ് കാണാൻ അവകാശമുണ്ട്, മെമ്മറി കാർഡ് ആക്സസ് ചെയ്യാൻ അവകാശമുണ്ട്, അത് വീണ്ടും വെരിഫൈ ചെയ്യണമെങ്കിൽ അവകാശമുണ്ട്. പക്ഷെ അതിൻ്റെതായിട്ടുള്ള പ്രൊസീജിയേഴ്സ് ഉണ്ട്, അതിൻ്റെതായിട്ടുള്ള പ്രോട്ടോകോൾസ് ഉണ്ട്. ഈ 3 പ്രാവശ്യം ഈ മെമ്മറി കാർഡ് ആക്സസ് ചെയ്യപ്പെട്ടിരിക്കുന്നത് ഇല്ലീഗലായിട്ടാണ്. ഈ അനിൽദാസ് ചേട്ടൻ പറയുന്നത് അത് 3 ഹണി എം വർഗീസ് മാഡം നേരിട്ട് ചെയ്തു എന്നുള്ളതാണ്. അങ്ങനെയാണെങ്കിൽ ഈ അനിൽദാസ് ചേട്ടൻ പറഞ്ഞു വെക്കുന്നത് 3 സീരിയസ് ആയിട്ടുള്ള, എനിക്ക് ഇപ്പൊ എന്റെ പരിമിതമായ നോളജ് വെച്ചിട്ട് ഞാൻ പറയാണ്, 3 സീരിയസ് ആയിട്ടുള്ള ക്രിമിനൽ ഒഫൻസുകൾ ഈ ജഡ്ജി കമ്മിറ്റ് ചെയ്തു എന്നാണ് ഈ അനിൽദാസ് ചേട്ടൻ പറയുന്നത്. അതിൽ ആദ്യത്തത് സെക്ഷൻ 61 of the BNS 2023 punishes criminal conspiracy where 2 or more persons agree to commit an illegal act or an act by illegal means. ഈ അനിൽദാസ് ചേട്ടൻ പറഞ്ഞത് ശരിയാണെങ്കിൽ ബഹുമാനപ്പെട്ട ഹണി എം വർഗീസ് മാഡം നടത്തിയിരിക്കുന്നത് കൃത്യമായിട്ടുള്ള ക്രിമിനൽ കോൺസ്പിറസിയാണ്. ഇനി അടുത്തത് സെക്ഷൻ 255 of the ഭാരതീയ ന്യായ സംഹിത 2023 punishes public servants who intentionally disobeys legal directions to save someone from punishment. It carries a penalty of up to 2 years of imprisonment, fine or both. ആദ്യം പറഞ്ഞ ക്രിമിനൽ കോൺസ്പിറസി ആണെങ്കിലും ഇപ്പൊ രണ്ടാമത് പറഞ്ഞ സെക്ഷൻ 255 ആണെങ്കിലും ഇല്ലീഗലായി ആ മെമ്മറി കാർഡ് അവിടെ ആക്സസ് ചെയ്തത് ആ 3 ക്രിമിനൽസ്, കോടതിയുടെ പക്ഷം ഇരുന്ന ആ മെമ്മറി കാർഡ് 3 ക്രിമിനൽസിനെ ഉപയോഗിച്ച് ആക്സസ് ചെയ്തത് ഈ ബഹുമാനപ്പെട്ട ജഡ്ജിക്ക് വേണ്ടിയാണെങ്കിൽ ഇപ്പൊ ഞാൻ പറഞ്ഞ 2 നിയമങ്ങൾ പ്രകാരം തന്നെ ഈ 2 വർഷം കഠിന തടവിന് ശിക്ഷിക്കാവുന്ന ക്രൈമുകളാണ് ഈ പറഞ്ഞിരിക്കുന്നത്. ഇനി ഒന്നും കൂടിയുണ്ട്. സെക്ഷൻ 257 of the ഭാരതീയ ന്യായ സംഹിത punishes a public servant who corruptly or maliciously makes a report, verdict or decision in a judicial proceeding that they know is against law. It carries a penalty of up to 7 years in prison, a fine or both. ഇതിന്റെ applicability, it applies to individuals acting in judicial capacity or making reports meant to guide judicial proceedings. കറപ്റ്റായി, മലീഷ്യസായി ഒരു റിപ്പോർട്ട് ഉണ്ടാക്കുകയോ ഒരു വേർഡിക്റ്റ് ഉണ്ടാക്കുകയോ ഒരു തീരുമാനമെടുക്കുകയോ, ഈ 3 തവണ ഈ മെമ്മറി കാർഡ് ആക്സസ് ചെയ്തത് ഞങ്ങളുടെ മാഡം നേരിട്ടാണ്, ഞങ്ങളുടെ ജഡ്ജ് നേരിട്ടാണ്. ഇതൊക്കെ വളരെ സ്വാഭാവികമാണ്, ഇതൊക്കെ വളരെ സാധാരണയാണ്, ഇതൊന്നും വലിയ കാര്യമാക്കേണ്ട കാര്യമില്ലെന്നാണ് കോടതി ജീവനക്കാരനായിട്ടുള്ള ഈ അനിൽദാസ് ചേട്ടൻ ഇപ്പൊ നമ്മളോട് പറഞ്ഞത്. ഒരു തെറ്റുമില്ലെന്നേ, ഇതൊക്കെ നിങ്ങളുടെ തറവാട്ടിൽ ചെയ്താൽ. പക്ഷെ ഇതൊരു രാജ്യമാണ്, ഇവിടെ നിയമങ്ങളുണ്ട്, ഇവിടെ കോടതിയുണ്ട്. ഈ കോടതി ഓരോരുത്തർക്ക് തന്നിഷ്ടത്തിന് ചെയ്യാനുള്ളതല്ല. ഈ രാജ്യത്തിന്റെ പേര് റിപ്പബ്ലിക് ഓഫ് വെള്ളരിക്കപ്പട്ടണം എന്നല്ല. അതുകൊണ്ട് തന്നെ ഈ നടന്ന ഈ ഫ്രോഡിനെ കുറിച്ച് കൃത്യമായിട്ട് മറുപടി പറയാൻ ബാധ്യതയുള്ള ഒരു ജഡ്ജാണ് ബഹുമാനപ്പെട്ട ഹണി എം വർഗീസ്. ഈ കോടതി വിധി തന്നെ നേരിട്ടും ദിലീപിന് വേണ്ടി വാദിക്കുന്ന ആളുകളും വളരെ കൃത്യമായി കേട്ടോണ്ടിരിക്കുന്ന ആളുകളെ പറ്റിക്കാൻ വേണ്ടി പറയുന്ന ചില പോയിന്റുകളുണ്ട്. അതിലൊന്ന്,
പ്രോസിക്യൂഷൻ തന്നെ പറഞ്ഞിട്ടുണ്ടല്ലോ ഈ മെമ്മറി കാർഡിന് കുഴപ്പമൊന്നുമില്ല എന്ന്. എടാ, പ്രോസിക്യൂഷൻ ആരാണ് ഇതിനെക്കുറിച്ച് അഭിപ്രായം പറയാൻ? പ്രോസിക്യൂഷന്റെ കസ്റ്റഡിയിലല്ലല്ലോ ഈ മെമ്മറി കാർഡ് ഉണ്ടായിരുന്നത്. ഇത് നിങ്ങളോട് ചോദിക്കുന്നത് പ്രോസിക്യൂഷനോ അന്വേഷണ ഉദ്യോഗസ്ഥരോ അല്ല, ജനങ്ങളാണ് ചോദിക്കുന്നത്. കോടതിയുടെ കസ്റ്റഡിയിൽ ഉണ്ടായിരുന്ന മെമ്മറി കാർഡിന് എന്തെങ്കിലും പറ്റിയെന്നോ എന്തെങ്കിലും പറ്റിയില്ലെന്നോ പറയാൻ ഈ പ്രോസിക്യൂഷൻ ആരാണ്? മറ്റൊരു വലിയ വാദം ദിലീപിന് വേണ്ടി പോരാടുന്ന ആളുകൾ ചോദിക്കുന്നതാണ്, ഇതിൽ ടാമ്പറിംഗ് നടന്നു എന്നാണോ നിങ്ങൾ പറയുന്നത്? ഇത് കോപ്പി ചെയ്തോ ഇല്ലയോ എന്നുള്ളതാണ് പ്രൈമറി ക്വസ്റ്റ്യൻ. ഇത് സാധാരണ ജനങ്ങൾക്ക് മനസ്സിലാവാൻ വേണ്ടിയിട്ടാണ് പറയുന്നത്. ഇത് 3 ക്രിമിനലുകൾ ഇത് ആക്സസ് ചെയ്തു. ഒരു തരത്തിലുള്ള നിയമപരമായിട്ടുള്ള ഒരു ഫോർമാലിറ്റീസോ പ്രോട്ടോകോൾസോ പാലിക്കാതെ 3 ക്രിമിനലുകൾ ഇത് കോപ്പി ചെയ്തതിൽ നിന്ന് ഇതിന് മറ്റു സ്ഥലങ്ങളിലേക്ക് ഇത് സ്പ്രെഡ് ചെയ്തിട്ടുണ്ടോ എന്നുള്ളതാണ് അതിജീവിതയുടെ വിഷയം. ഇതാണ് ഈ കേരളത്തിലെ സാധാരണ ജനത്തിന്റെ വിഷയം. കോടതിയുടെ പക്കലിൽ നിന്നും അത് 3 ക്രിമിനൽസ് ആക്സസ് ചെയ്തു. ഇത് ലീക്ക് ചെയ്യപ്പെട്ടാൽ അതിന്റെ ഉത്തരവാദിത്വം ബഹുമാനപ്പെട്ട ഈ ജഡ്ജി ഏറ്റെടുക്കുവോ? ഇവിടെയാണ് ഈ കോടതി വിധി പൂർണ്ണമായിട്ട് തകർത്ത് തരിപണമാക്കി കളഞ്ഞ ഒരു മനുഷ്യനുണ്ട്, ഒരു പാവം മനുഷ്യൻ, ബാലേന്ദ്രകുമാർ. ബാലചന്ദ്രകുമാർ പറഞ്ഞത് സത്യമായിരുന്നു എന്ന് തെളിയുന്നത് ഇവിടെയാണ്. ദിലീപും വീട്ടിലിരുന്ന് ഈ ദൃശ്യങ്ങൾ കാണുന്നത് ഞാൻ കണ്ടു എന്ന് ബാലേന്ദ്രകുമാർ പറഞ്ഞത് സത്യമായിരുന്നു എന്ന് നമ്മൾ വിശ്വസിക്കാൻ നിർബന്ധിതരാകുന്നത് ഇവിടെയാണ്. ഇനി കോടതി വിധിയല്ല, ദൈവം തമ്പുരാൻ നേരിട്ട് ഇറങ്ങി വന്ന് പറഞ്ഞാലും ചില യാഥാർത്ഥ്യങ്ങൾ അല്ലാതെ ആവില്ല. ഈ മെമ്മറി കാർഡിന്റെ വളരെ സിമ്പിൾ ആയിട്ട് പ്രേക്ഷകർക്ക് മനസ്സിലാവാൻ വേണ്ടിയിട്ട് പറയുന്നതാണ്. ഈ മെമ്മറി കാർഡിന്റെ ഇന്നത്തെ അവസ്ഥയിൽ ആ മെമ്മറി കാർഡിലെ ഫയൽസ് പുറത്തോട്ട് കോപ്പി ചെയ്യപ്പെട്ടിട്ടില്ല എന്ന് ഉറപ്പിക്കാൻ സാധിക്കില്ല എന്ന് ഇന്റർനാഷണൽ ലെവലിൽ ജോലി ചെയ്യുന്ന സൈബർ ഈ ഫോറൻസിക് എക്സ്പേർട്ടുകളോട് ഞാൻ നേരിട്ട് സംസാരിച്ചിട്ടുണ്ട്. ഇതിപ്പോ അതിജീവി ആ കുട്ടിയെ പേടിപ്പിക്കാനോ അല്ലെങ്കിൽ വേറെ എന്തെങ്കിലും ഒരു തരം പാനിക് സ്പ്രെഡ് ചെയ്യാനോ വേണ്ടി പറയുന്നതല്ല. വലിയ ഹേനിയസ് ആയിട്ടുള്ള ഒരു ക്രൈം നടക്കുകയും അത് കുഴിച്ചു മൂടുകയും അത് ഞാനൊന്നും അറിഞ്ഞില്ല രാമനായരാണ എന്ന് പറഞ്ഞിട്ട് ഈസി ആയിട്ട് നടന്ന് കയറാൻ പോവാണ് ഒരാൾ ഹൈക്കോടതി ജഡ്ജ് എന്ന് പറയുന്ന സ്ഥാനത്തേക്ക്. എനിക്ക് പറയാൻ താല്പര്യമില്ലെങ്കിലും എൻ്റെ വ്യക്തിപരമായ ഒരു അനുഭവം ഞാൻ ഫേസ്ബുക്കിൽ എഴുതിയിട്ടുള്ളതാണ്. പക്ഷെ ആ അനുഭവം ഇപ്പൊ പ്രസക്തമായതുകൊണ്ട് മാത്രം ഒന്ന് പറയാണ്. 24 വർഷം മുമ്പ് ഒരു ഹൈക്കോടതി ജഡ്ജി എൻ്റെ മൊഴി തെറ്റായി രേഖപ്പെടുത്തി എന്ന് രാജ്യത്തിന്റെ സുപ്രീം കോടതിയുടെ മുന്നിൽ പോയി പരാതി കൊടുത്തിട്ടുള്ള ഒരു എളിയ പൗരനാണ് ഞാൻ. അന്ന് എനിക്ക് 15 വയസ്സാണ്. എൻ്റെ അച്ഛൻ ഒരു IAS ഉദ്യോഗസ്ഥനായിരുന്നു. അദ്ദേഹത്തിന്റെ പേര് K. സുരേഷ് കുമാർ എന്നാണ്. 3 ദൗത്യ സംഘത്തലവനൊക്കെ ആയിരുന്നു അദ്ദേഹമാണ്. എൻ്റെ അമ്മ ഒരു അഡ്വക്കേറ്റ് ആണ്. അമ്മയുടെ പേര് അഡ്വക്കേറ്റ് സംഗീത ലക്ഷ്മണ എന്നാണ്. എൻ്റെ ചെറുപ്പം മുതൽ എന്നെ വളർത്തിയത് എൻ്റെ അച്ഛനാണ്. അമ്മ എന്ന് പറഞ്ഞാൽ വളരെ മോശം, വളരെ പെയിൻഫുൾ ആയിട്ടുള്ള, വളരെ ഭീതിജനകമായിട്ടുള്ള ഓർമ്മ മാത്രമാണ് എനിക്കും എൻ്റെ അനിയനും ഉള്ളത്. വളരെ മൂർച്ചയുള്ള പല സാധനങ്ങളും ഉപയോഗിച്ച് നമ്മുടെ ദേഹത്ത് മുറിവ് വരുത്തുക, ചോര വരുത്തുക, അങ്ങനെ നമ്മളെ ടെററൈസ് ചെയ്യുക, ഭയങ്കര ഭീതിജനകമായ ഓർമ്മകൾ മാത്രമേ കുറച്ചു കാലം അമ്മയോടൊപ്പം ജീവിച്ചത് എന്ന് ഓർമ്മയായിട്ട് എനിക്കുള്ളൂ. ഇന്നും ഈ പ്രായത്തിലും ഞാൻ അമ്മ എന്ന് പറഞ്ഞ് ഓർക്കുമ്പോൾ എൻ്റെ മനസ്സിൽ വരുന്നത് ആ ഓർമ്മകളാണ്. ഇത് പറയാൻ കാരണം എൻ്റെ ആ അച്ഛനും അമ്മയും തമ്മിലുള്ള കേസ്, എൻ്റെ ഒക്കെ കുഞ്ഞുനാൾ മുതലേ അവർ മാറി താമസിച്ചിരുന്നു. വളരെ പെട്ടെന്നാണ്, ഞാനൊരു 10ാം ക്ലാസ്സിലൊക്കെ പഠിക്കുന്ന സമയത്ത്, എനിക്ക് 15 വയസ്സുള്ള സമയത്ത് പെട്ടെന്ന്, അതുവരെയും ഞങ്ങളെ വളർത്തിയത് എൻ്റെ അച്ഛനാണ്, എന്നെയും എൻ്റെ അനിയനെയും വളർത്തിയത് എൻ്റെ അച്ഛനാണ്. അതിനുശേഷം കാര്യങ്ങൾ നോക്കിയതും ഒക്കെ അച്ഛൻ തന്നെയാണ്. ഈ ഒരു പെർട്ടിക്കുലർ പീരീഡിൽ വളരെ പെട്ടെന്ന് അവരുടെ കേസുമായി ബന്ധപ്പെട്ട് അമ്മയ്ക്കൊരു പ്രസ്റ്റീജ് ഇഷ്യൂ ഉണ്ടാകുന്നു. എൻ്റെയും എൻ്റെ അനിയൻ്റെയും കസ്റ്റഡി തിരിച്ചു പിടിക്കണം എന്ന്. അതിന് കാരണം വേറൊന്നുമല്ല, ഒരു എക്സ് പാർട്ടി വിധിയിലൂടെ എൻ്റെ അച്ഛന് ഡൈവോഴ്സ് അനുവദിച്ച് കിട്ടി. അച്ഛന് ഡൈവോഴ്സ് കൊടുക്കില്ല, അച്ഛൻ സമാധാനമായിട്ട് ജീവിക്കണ്ട എന്ന് പറഞ്ഞ് നിൽക്കുകയായിരുന്നു അമ്മ. ഞാൻ ഈ ബാക്ക്ഗ്രൗണ്ട് പറയാൻ കാരണം ഇതിന്റെ അവസാനം ഒരു പോയിന്റ് ഉണ്ട്. അങ്ങനെ 10ാം ക്ലാസ്സിൽ പഠിക്കുന്ന എന്നെയും 5ാം ക്ലാസ്സിൽ പഠിക്കുന്ന എൻ്റെ അനിയനെയും, 10ാം ക്ലാസ്സിൽ എത്തിയിട്ടില്ല, 9ാം ക്ലാസ് കഴിയുന്ന സമയമാണ്. അപ്പോൾ ആ സമയത്തുള്ള എന്നെയും എൻ്റെ അനിയനെയും പെട്ടെന്ന് ഹൈക്കോടതിയിലോട്ട് വിളിപ്പിക്കുകയാണ്. ഹൈക്കോടതി ജഡ്ജി ചേംബറിന്റെ അകത്തോട്ട് കയറുന്നതിന് തൊട്ട് മുമ്പ് എൻ്റെ അമ്മ ഒരു ബ്ലേഡ് കയ്യിൽ വെച്ചിട്ട് എന്നെയും എൻ്റെ അനിയനെയും മാറ്റി നിർത്തിയിട്ട് പറയാണ്, അകത്ത് അമ്മയെ വേണ്ട എന്നോ അമ്മയെ ഇഷ്ടമല്ലെന്നോ പറഞ്ഞാൽ ഈ കോടതിയിൽ വെച്ച് അമ്മ വെയിൻ മുറിച്ച് ആത്മഹത്യ ചെയ്യും. ഞങ്ങളെ എത്ര ഉപദ്രവിച്ച അമ്മയാണെങ്കിലും അത് ഞങ്ങളുടെ അമ്മയാണ്. ഇതും കേട്ടിട്ടാണ് ഞങ്ങൾ കോടതി മുറിയിലേക്ക് കയറുന്നത്, ഈ ജഡ്ജിന്റെ ചേംബറിലേക്ക് കയറുന്നത്.
ഇതേ സമയത്ത് അമ്മയുടെ ഈ നാടകത്തിന് തൊട്ട് മുമ്പ് അച്ഛൻ ഞങ്ങളോട് രണ്ടുപേരോടും പറഞ്ഞത് ജഡ്ജ് ചോദിക്കുന്ന ചോദ്യങ്ങൾക്ക് സത്യസന്ധമായിട്ട് ഉത്തരം പറയുക എന്നായിരുന്നു. അകത്ത് കയറി ജഡ്ജ് ഞങ്ങളോട് ചോദിച്ച ചോദ്യം, അച്ഛനെയാണോ അമ്മയാണോ ഇഷ്ടം? ഞങ്ങൾ പറഞ്ഞു രണ്ടുപേരെ ഇഷ്ടമാണ്. ഞങ്ങൾ കുറച്ചു നേരം വേറെ എന്തൊക്കെയോ സംസാരിച്ചു. ഞങ്ങൾ പുറത്തോട്ടിറങ്ങി. അതിന് കുറച്ച് സമയത്തിന് ശേഷം ഞങ്ങൾ അറിയുന്ന കോടതി വിധി എന്ന് പറയുന്നത് മക്കൾ രണ്ടുപേരും അമ്മയോടൊപ്പം പോയാൽ മതി എന്ന് മൊഴി നൽകി. അതുകൊണ്ട് ഞങ്ങളുടെ കസ്റ്റഡി, എന്റെയും എൻ്റെ അനിയന്റെയും കസ്റ്റഡി അമ്മയ്ക്ക് വിട്ടുകൊണ്ട് ഉത്തരവാകുന്നു. സിനിമ സ്റ്റൈൽ സീനാണ്. എന്നെയും എൻ്റെ അനിയനെയും കോടതിയിൽ നിന്ന് അതായത് കേസ് ജയിച്ച് എൻ്റെ അച്ഛനിൽ നിന്ന് തട്ടിപ്പറിച്ച് എൻ്റെ അമ്മ എന്നെയും എൻ്റെ അനിയനെയും, തൊട്ട് മുമ്പ് ആത്മഹത്യ ഭീഷണി മുഴക്കിയ അമ്മയാണ്, ഞങ്ങളെ രണ്ടുപേരെയും കൊണ്ടുപോയി ലിഫ്റ്റിനകത്ത് കയറ്റിയിട്ട് ആദ്യം പറഞ്ഞ ഡയലോഗ്, ഇനി അച്ഛൻ എന്നുള്ള വാക്ക് മിണ്ടിയാൽ കൊന്നുകളയും. അവിടെ നിന്ന് നേരെ കൊണ്ടുപോയി ഞങ്ങളെ രണ്ടുപേരെയും ആഴ്ചകളോളം പൂട്ടിയിടുകയാണ് ചെയ്തത്. അവിടെ നിന്ന് അതിവിദഗ്ധമായി അഭിനയിച്ച് ഞങ്ങൾ ആദ്യമൊന്നും സ്കൂളിൽ പോലും ചേർത്തിട്ടില്ല. 9ാം ക്ലാസ് കഴിഞ്ഞ് 10ാം ക്ലാസ്സിലോട്ട് ഞാൻ കയറുന്ന സമയമാണ്. ആദ്യമൊന്നും സ്കൂളിൽ പോലും ചേർത്തിട്ടില്ല. പിന്നീട് ഞങ്ങൾ രണ്ടുപേരും അതിവിദഗ്ധമായി അഭിനയിച്ച് ഞങ്ങളെ ഒരു സ്കൂളിൽ ജോയിൻ ചെയ്യിപ്പിക്കുന്ന ഒരു അവസ്ഥയിൽ എത്തിച്ച് ഒരു 2 ആഴ്ചക്കകത്ത് ഞങ്ങൾ രണ്ടുപേരും അവിടെ നിന്ന് ചാടി 3 ജില്ലകൾ ഇപ്പുറത്തുള്ള അച്ഛൻ്റെ അടുത്ത് പോയി. അപ്പൊ ഞങ്ങൾ അവിടെ അമ്മയോടൊപ്പം താമസിച്ചിരുന്ന ആ സമയത്താണ് ഞങ്ങൾ അറിയുന്നത് ഈ മൊഴി, എന്റെയും എൻ്റെ അനിയന്റെയും മൊഴി തെറ്റായിട്ട് രേഖപ്പെടുത്തിയ ആ ഹൈക്കോടതി ജഡ്ജ് എന്ന് പറയുന്നത് എൻ്റെ അമ്മയുടെ അച്ഛൻ്റെ അടുത്ത സുഹൃത്തായിരുന്നു. ഈ രാജ്യത്ത് നമ്മൾ എല്ലാം നല്ല രീതിയിലായിരിക്കണം, ജഡ്ജിമാരെന്ന് പറയുന്നത് എല്ലാം പെർഫെക്റ്റ് ആയിരിക്കണം, ദൈവത്തിന്റെ റെപ്ലിക്ക ആയിരിക്കണം, ദൈവത്തിന്റെ സ്ഥാനത്ത് നിന്ന് ജഡ്ജ് ചെയ്യുന്ന ആളായിരിക്കണം എന്നൊക്കെ നമുക്ക് സങ്കല്പിക്കാം, സ്വപ്നം കാണാം. പക്ഷെ എല്ലാ ജഡ്ജിമാരും അങ്ങനെ അല്ല എന്നുള്ളത് എൻ്റെ ജീവിതം കൊണ്ട് നേരിട്ട് കണ്ടറിഞ്ഞിട്ടുള്ള ഒരാളാണ് ഞാൻ. അവിടെ നിന്ന് പിന്നീട് സംഭവിച്ചത്, ഞങ്ങൾ അവിടെ നിന്ന് ചാടി അച്ഛൻ്റെ അടുത്ത് പോയി. പിറ്റേ ദിവസം ഒരു ദിവസം വൈകുന്നേരം അച്ഛൻ്റെ അടുത്ത് എത്തുന്നു. പിറ്റേ ദിവസം ആദ്യത്തെ ഫ്ലൈറ്റിൽ കയറി സുപ്രീം കോടതി പോകുന്നു. അവിടെ പോയി ഞങ്ങൾ ഇത് കണ്ടസ്റ്റ് ചെയ്യുന്നു. തിരിച്ച് ഇതേ ഹൈക്കോടതി തന്നെ വന്ന് മൊഴി നൽകാനായിട്ട് കോടതി ആവശ്യപ്പെടുന്നു. അങ്ങനെ ഞങ്ങൾ തിരിച്ചു വന്നു. ഇതേ കോടതിയിൽ നിന്ന് തന്നെ ഞങ്ങൾക്കെതിരെ അച്ഛനെതിരെ അച്ഛൻ്റെ കസ്റ്റഡി എടുത്ത് അതേ കോടതിയിൽ നിന്ന് തന്നെ അച്ഛൻ നേരിട്ട്, ഒരു വക്കീൽ പോലും ഇല്ലാതെ നേരിട്ട് വാദിച്ച് ഞങ്ങളുടെ കസ്റ്റഡി വീണ്ടെടുത്ത് ഞങ്ങൾ തിരിച്ച് വീട്ടിലോട്ട് വരികയായിരുന്നു. ഇത് ഞാനിപ്പോൾ പറയാൻ കാരണം, ജുഡീഷ്യറിയിൽ ഫ്രോഡുകളുണ്ട്, ജുഡീഷ്യറിയിൽ കള്ളത്തരമുണ്ട്. ഇമോഷണൽ ബ്ലാക്ക്മെയിലിങ്ങിലൂടെ, കള്ളത്തരത്തിലൂടെ, അഴിമതിയിലൂടെ, ഗുണ്ടായിസത്തിലൂടെ ഒക്കെ ഇവിടെ കോടതി വിധികൾ ഇംപ്ലിമെന്റ് ചെയ്യപ്പെടുന്നുണ്ട്. ഇതൊരു റിയാലിറ്റിയാണ്. ഇത് നമ്മൾ പറയാൻ പാടില്ല. നമ്മൾ എന്തെങ്കിലും ഒരു സൂചന നൽകുകയോ എന്തെങ്കിലും പറയുകയോ ചെയ്താൽ അപ്പം വരും മറ്റേ ഈ എന്താണ് കോർട്ടലക്ഷ്യത്തിന്റെ വാശി എന്നൊക്കെ പറഞ്ഞ് നമ്മളിവിടെ പേടിച്ച് മാറി നിന്നിട്ട് യാതൊരു കാര്യമില്ല. ഇത് ശുദ്ധമായിട്ടുള്ള ഒരു ലീഗൽ ഒരു കള്ളത്തരമാണ് നമ്മൾ ഈ ദിലീപിന്റെ കേസുമായി ബന്ധപ്പെട്ട് നമ്മുടെ മുന്നിൽ നടക്കുന്നത്. ഞാനിപ്പോൾ നിങ്ങളോട് ഇത് പറയാൻ കാരണം, ഞാനിപ്പോൾ നിങ്ങളുടെ അടുത്ത് പറഞ്ഞ ഈ കാര്യങ്ങൾ ഈ സംസ്ഥാനത്തിലുള്ള 3 മുന്നണികളും ദൈവം സഹായിച്ച് നിങ്ങളോട് പറയില്ല. ഞാനിപ്പോ ഇത് 3 മുന്നണികളും കള്ളന്മാരാണെന്ന് പറയുന്നത് കേൾക്കുമ്പോൾ ചിലപ്പോൾ നിങ്ങൾക്ക് തോന്നും, അയ്യോ അത് അതിശയോക്തിയല്ലേ ഇത്. പക്ഷെ ഒന്ന് ആലോചിച്ച് നോക്കാം. ഒരു സിമ്പിൾ എക്സാമ്പിൾ പറഞ്ഞുതരാം. പാലത്തായി കേസ്, ഒരു പിഞ്ചു കുഞ്ഞ് റേപ്പ് ചെയ്യപ്പെട്ടു. അത് ചെയ്തത് ഒരു BJP നേതാവാണ്. അന്നത്തെ പ്രതിപക്ഷ നേതാവായിട്ടുള്ള രമേശ് ചെന്നിത്തല പേരിന് ഒരു പത്രസമ്മേളനം നടത്തിയില്ലെന്ന് മാത്രമല്ല, ഒരു ഫേസ്ബുക്ക് പോസ്റ്റ് പോലും എഴുതിയില്ല അതിനെക്കുറിച്ച്. എനിക്കത് കൃത്യമായിട്ട് ഓർമ്മയുണ്ട്. കാരണം ആ സമയത്ത് ഞാൻ അദ്ദേഹത്തിന്റെ ഫേസ്ബുക്ക് മുഴുവൻ അരിച്ചു പെറുക്കുകയും അതിനെക്കുറിച്ചൊരു യൂട്യൂബ് വീഡിയോ ചെയ്യുകയും ചെയ്തിരുന്നു. ഇത് റിയാലിറ്റിയാണ്. ഈ പാലത്തായി കേസിന്റെ ജഡ്ജ്മെന്റിൽ എതിരായി പരാമർശമുള്ള മറ്റൊരു മഹത്തായ സ്ത്രീ ബിംബം, നമ്മളുടെയൊക്കെ ഒരു ഗോഡ് ഫിഗർ KK ശൈലജ മാഡമാണ്. ഈ പിഞ്ചു കുഞ്ഞിന് പ്രൊട്ടക്ഷൻ കൊടുക്കേണ്ടിയിരുന്ന, ആ പിഞ്ചു കുഞ്ഞിനെ പ്രൊട്ടക്ട് ചെയ്യേണ്ടിയിരുന്ന കൗൺസിലർമാര് ആ കുഞ്ഞിനെ ക്രൂരമായി മെന്റലി ടോർച്ചർ ചെയ്തു എന്ന് ഈ കുഞ്ഞിന്റെ അമ്മ നേരിട്ട് ഈ മന്ത്രി KK ശൈലജയ്ക്ക് നേരിട്ട് പരാതി കൊടുത്തിട്ട് ഒരു ആക്ഷനും അവരെടുത്തില്ല എന്ന് കോടതി വിധിയിൽ എഴുതി വെച്ചിട്ടുണ്ട്. അപ്പൊ നിങ്ങൾ ആലോചിച്ച് നോക്കുക, BJP നേതാവ് കുഞ്ഞിനെ ബലാത്സംഗം ചെയ്ത കേസിലെ പ്രതി, ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിന്റെ കേരളത്തിലെ പ്രതിപക്ഷ നേതാവിന് വാതുറക്കണ്ട, കമ്മ്യൂണിസ്റ്റ് മാർക്സിസ്റ്റ് പാർട്ടി ഓഫ് ഇന്ത്യയുടെ സ്ത്രീരത്ന മന്ത്രിക്ക് ആക്ഷൻ എടുക്കണ്ട. ഇത് തന്നെയാണ് ഇപ്പൊ ദിലീപിന്റെ കേസിൽ നടക്കുന്നത്. കുറച്ചു നാൾ മുമ്പ് അതിജീവിതം നേരിട്ട് മുഖ്യമന്ത്രിക്ക് ഒരു പരാതി കൊടുത്തിരുന്നു. അന്വേഷണവുമായി ബന്ധപ്പെട്ട് സർക്കാരിലുള്ള ഉന്നതർ ഇടപെട്ട് അട്ടിമറിക്കാൻ ശ്രമിക്കുന്നു, 8ാം പ്രതി ദിലീപിന് അനുകൂലമായിട്ട് അന്വേഷണം സ്തംഭിപ്പിക്കാൻ ശ്രമിക്കുന്നു. പ്രതിപക്ഷ നേതാവ് VD സതീശന്റെ ആദ്യത്തെ പ്രതികരണം എന്താണെന്നറിയോ?
ഇങ്ങനെയാണെങ്കിൽ ഞങ്ങൾ വിഷയം പഠിച്ച് പ്രതികരിച്ച് കളയുമെന്ന്. എന്തൊരു കോമഡിയാണെന്ന് ആലോചിച്ച് നോക്ക്. പഠിച്ച് മിടുക്കന്മാരായിട്ട് ഇത് ഞങ്ങൾ ടേക്കപ്പ് ചെയ്ത് കളയുന്നത്. ഇയാൾ ആരെയാണ് ഭീഷണിപ്പെടുത്തുന്നത്? ഞങ്ങളൊക്കെ ഈ പറയുന്ന മറ്റേ VS അച്യുതാനന്ദനെ പ്രതിപക്ഷ നേതാവായിട്ട് കണ്ടു വളർന്ന തലമുറയാണ്. അതൊക്കെ കാണുമ്പോഴാണ് ഇതൊക്കെ എടുത്ത് കിണറ്റിലിടാനായിട്ട് തോന്നുന്നത്. ഇനി പഠിച്ച് മിടുക്കന്മാരായി കളയുമെന്ന് ഭീഷണിപ്പെടുത്തുകയാണ്. ദിലീപിന്റെ ഏറ്റവും അടുത്ത അറിയപ്പെടുന്ന വലങ്കൈ അൻവർ സാദത്ത് എന്ന് പറയുന്നത് കോൺഗ്രസ് MLA 2023 ഡിസംബറിൽ ദിലീപിന്റെ D സിനിമാസ് എന്ന് പറയുന്ന തിയേറ്ററിന്റെ ഒരു പുതിയ സ്ക്രീൻ ഉദ്ഘാടനം ചെയ്തത് ആരൊക്കെ കൂടിയാണെന്ന് അറിയാമോ? അതായത് ഒരുമിച്ച് വിളക്ക് കത്തിച്ച് ഉദ്ഘാടനം ചെയ്ത 2 പേര്. ഒന്ന് KR ജൈത്രൻ, അതായത് CPMന്റെ ഏരിയ സെക്രട്ടറി. 2 BR ശ്രീകുമാർ. ഏത് BR ശ്രീകുമാർ? KU ബിജു എന്ന് പറയുന്ന ഒരു DYFI CPM പ്രവർത്തകനെ ക്രൂരമായി കൊല ചെയ്ത കേസിലെ പ്രതി, BJP നേതാവായ BR ശ്രീകുമാർ. അപ്പൊ ആലോചിച്ച് നോക്കുക, കൊലക്കേസിലെ പ്രതിയായ, അതായത് CPM പ്രവർത്തകനെ കൊന്ന കേസിലെ പ്രതിയായ BR ശ്രീകുമാറും CPMന്റെ തന്നെ ഏരിയ സെക്രട്ടറി KR ജൈത്രനും ഒരുമിച്ച് നിന്നാണ് ദിലീപിന്റെ D സിനിമാസ് എന്ന് പറയുന്ന തിയേറ്റർ ഉദ്ഘാടനം ചെയ്തു കൊടുത്തത്. ഇതാണ് ദിലീപിന്റെ ശക്തി. ഞാൻ ഈ പറഞ്ഞ ഇൻസിഡന്റ് ശരിയാണോ, വസ്തുതാപരമായി ശരിയാണോ തെറ്റാണോ എന്ന് നിങ്ങളൊന്ന് അന്വേഷിച്ച് നോക്കുക. ഇത് കാണുന്ന അന്തം കമ്മികൾ അല്ലെങ്കിൽ ഈ ഡൈഹാർഡായിട്ടുള്ള മറ്റേ അടിമകളായിട്ടുള്ള CPMകാരോടും കോൺഗ്രസ്സുകാരോടും BJPക്കാരോടും എനിക്കൊന്നും പറയാനില്ല. നിങ്ങൾക്ക് ഞാൻ ഈ പറയുന്ന കാര്യങ്ങൾ സത്യമാണോ എന്ന് അന്വേഷിച്ചിട്ട് നിങ്ങൾക്ക് നിങ്ങളുടെ ഫോറങ്ങളിൽ പോയി ഇതൊക്കെ ശരിയാണോ എന്ന് അങ്ങോട്ട് ചോദിക്കാൻ ആർജവമുള്ളവരുണ്ടെങ്കിൽ മാത്രം എൻ്റെ അടുത്ത് സംസാരിച്ചാൽ മതി. അല്ലാതെ ഈ കാക്കയുടെയും പൂച്ചയുടെയും വവ്വാലിന്റെയും മറ്റേ താറാവിന്റെയും ഒക്കെ പടമുള്ള DP ഉള്ള ഫേക്ക് അക്കൗണ്ടുകളിൽ നിന്ന് വന്ന് എന്നെ ചീത്ത വിളിച്ചാൽ ഞാൻ സ്പോട്ടിൽ ബ്ലോക്ക് ചെയ്യും. എനിക്ക് ബ്ലോക്ക് ചെയ്യാൻ സമയവും സൗകര്യം ഉണ്ടെങ്കിൽ ഞാൻ ചെവിക്കൊള്ളില്ല, ഞാൻ കാണില്ല. ആസ് സിമ്പിൾ ആസ് ദാറ്റ്. ഈ അതിജീവിതത്തെ പിന്തുണയ്ക്കുന്ന ഒരു വലിയ വിഭാഗം എന്ന് പറയുന്നത് ഇടത് ബുദ്ധിജീവികളും ഇടത് അനുഭാവികളായിട്ടുള്ള ഒരു വലിയ വിഭാഗം ആളുകളുണ്ട്. നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കുക. ഈ ജഡ്ജ് ഹണി ഒരു വശത്തുകൂടി നിങ്ങളുടെ സർക്കാർ ജഡ്ജ് ഹണി M വർഗീസിനെതിരെ ഒരു നടപടിയും, ഈ പറയുന്ന നമ്മുടെ അതിജീവിത പ്രധാനമന്ത്രി മുതൽ സുപ്രീം കോടതി ചീഫ് ജസ്റ്റിസ് മുതൽ രാഷ്ട്രപതിക്ക് വരെ പരാതി കൊടുത്തിട്ടുണ്ട്. ഈ ജഡ്ജ് ഹണി M വർഗീസിനെതിരെ എന്തെങ്കിലും ഒരു നടപടി സർക്കാരിന്റെ ഭാഗത്തു നിന്ന് എടുത്തിട്ടുണ്ടോ? ഇന്നും സംസ്ഥാന കമ്മിറ്റി അംഗമായ MM വർഗീസിന്റെ മകളാണ് ഈ പറയുന്ന ജഡ്ജ്. മുൻ തൃശൂർ ജില്ലാ സെക്രട്ടറിയുടെ മകളാണ് ഈ പറയുന്ന ജഡ്ജ്. ഒരു വശത്തുകൂടി ജഡ്ജ് ഹണി M വർഗീസ് ഹൈക്കോടതി ജഡ്ജിയാവും. വേറൊരു വശത്തുകൂടി ആ അതിജീവിതയെ ക്രിസ്മസ് വിരുന്നിന് വിളിക്കും. വളരെ വേദനയോടെ തന്നെ പറയട്ടെ, ആ അതിജീവിതയ്ക്ക് ആവശ്യം ഇതുപോലെ ക്രിസ്മസ് വിരുന്നിന് വിളിക്കുന്ന ഒരു, അല്ലെങ്കിൽ ഇപ്പൊ ജാൻസി റാണി എന്നൊക്കെ വിളിച്ചു എന്നാണ് പറയുന്നത് പുള്ളിക്കാരി ആ ഫംഗ്ഷനിൽ വെച്ചിട്ട്. അങ്ങനത്തെ പൈങ്കിളി വർത്താനമൊക്കെ പറയുന്ന ഒരു ക്രിസ്മസ് അപ്പൂപ്പനെ അല്ലായിരുന്നു വേണ്ടിയിരുന്നത്. അന്ന് വർഷങ്ങൾക്ക് മുമ്പ് ആ കുട്ടി അന്വേഷണം അട്ടിമറിക്കാൻ ശ്രമിക്കുന്നു എന്ന് വിവരം ലഭിച്ചു എന്ന് കൊടുത്ത ആ പരാതിയിൽ പറഞ്ഞ കാര്യങ്ങളല്ലേ അച്ചട്ടായിട്ട് വിധിയിൽ അച്ചടിച്ച് വന്നത്. നമുക്ക് റിസൾട്ടായിട്ട് കണ്ടത് അതല്ലേ. ഈ പൈങ്കിളി വർത്താനവും മറ്റേ ഇതൊക്കെയായിരുന്നു. എൻ്റെ അടുത്ത് വ്യക്തിപരമായിട്ട് ഞാൻ ഈ പോസ്റ്റൊക്കെ എഴുതിയപ്പോൾ എൻ്റെ അടുത്ത് പലരും ചോദിച്ച ഒരു ചോദ്യമാണ്, ഇതൊക്കെ പറഞ്ഞിട്ടും ഈ അതിജീവിത സർക്കാരിന്റെ പരസ്യത്തിൽ അഭിനയിച്ചല്ലോ, മുഖ്യമന്ത്രിയുടെ മറ്റേ പ്രചരണത്തിന്, ഇലക്ഷൻ പ്രചരണത്തിന് പോയല്ലോ. ഈ വിഷയവുമായി ബന്ധപ്പെട്ട് നിന്നിരുന്ന ഒരു സ്റ്റാൻഡ് എടുത്ത് പബ്ലിക്കായിട്ട് തന്നെ സംസാരിച്ചിട്ടുള്ള ഒരാളെന്നുള്ള നിലയ്ക്ക് ഞാൻ എൻ്റെ അഭിപ്രായം പറയുകയാണ്. ആ കുട്ടിയെ വിമർശിക്കാൻ ഞാൻ ആളല്ല. നമുക്കാർക്കും ചിന്തിക്കാൻ പറ്റാത്ത, നമുക്കാർക്കും ഒരുപക്ഷെ ചെയ്യാൻ പറ്റാത്ത ഒരു വലിയ ഫൈറ്റാണ് ആ കുട്ടി ഫൈറ്റ് ചെയ്യുന്നത്. അപ്പോൾ എങ്ങനെ എപ്പോൾ ചെയ്യണം എന്നുള്ള ഡിസിഷൻ ആ കുട്ടിക്ക് വിട്ടുകൊടുക്കാം. രാഷ്ട്രീയമായി തനിക്ക് യാതൊരുവിധ കാര്യങ്ങളെക്കുറിച്ചും അറിവില്ലെന്നും രാഷ്ട്രീയത്തിനെ കുറിച്ച് ഒരു വിവരമില്ലെന്നും ആ കുട്ടി തന്നെ വളരെ ഇന്നസെന്റ് ആയിട്ട് നിഷ്കളങ്കമായിട്ട് തമാശയായിട്ട് ഈ റിപ്പോർട്ടർ ചാനലിൽ തന്നെ ഇന്റർവ്യൂ ഇടയ്ക്ക് പറയുന്നത് ഞാൻ കേട്ടു. അങ്ങനെ രാഷ്ട്രീയമായി ഒരു അറിവുമില്ലാത്ത ആ കുട്ടിയെ, ഒരു അതിജീവിതയെ ഇതുപോലെ ഇലക്ഷൻ സമയത്ത് സർക്കാരിന്റെ പരസ്യത്തിൽ അഭിനയിപ്പിക്കുക, മുഖ്യമന്ത്രി നേരിട്ട് കൊണ്ടുപോയി ഇലക്ഷൻ പ്രചരണത്തിന് ഉപയോഗിക്കുക എന്ന് പറഞ്ഞാൽ ശുദ്ധമായിട്ടുള്ള രാഷ്ട്രീയ എച്ചിത്തരം, രാഷ്ട്രീയ വൃത്തികേട്, രാഷ്ട്രീയ തെണ്ടിത്തരം, രാഷ്ട്രീയ അല്പത്തരം എന്നേ നമുക്ക് പറയാനുള്ളൂ. ആ കുട്ടിയെ ഞാൻ വിമർശിക്കുന്നില്ല. പക്ഷെ ഇത് ചെയ്യാൻ കഴിയണമെങ്കിൽ, ആ കുട്ടിക്ക് വേണ്ടി എന്തൊക്കെയോ ചെയ്തു എന്ന് പറഞ്ഞത്, പിണറായി വിജയനെ പോലെ ഒരാൾ നേരിട്ട് വിളിച്ച് എന്റെ പ്രചരണത്തിന് വരാൻ പറഞ്ഞ ആ കുട്ടിക്ക് എങ്ങനെ പറ്റില്ലെന്ന് പറയാൻ പറ്റും? പക്ഷെ അത് ചെയ്യണമെങ്കിൽ, പണ്ട് ഒരു ആള് പറഞ്ഞതുപോലെ ചെറിയ ചർമ്മബലം പോരാ അത് ചെയ്യണമെങ്കിൽ.
2-3 ചെറിയ വിഷയങ്ങളും കൂടി അറ്റൻഡ് ചെയ്തിട്ട് വളരെ പെട്ടെന്ന് ഈ വീഡിയോ വൈൻഡപ്പ് ചെയ്യാം. ഒന്ന്, എൻ്റെ അടുത്ത് പലരും ചോദിക്കുന്ന ഒരു ചോദ്യമാണ്, നിങ്ങൾക്ക് ഇങ്ങനെ ഈ ജഡ്ജിയെ കുറിച്ച് പരാതി ഉണ്ടെങ്കിൽ നിങ്ങൾ മേൽക്കോടതി പോകും. 2 കാര്യങ്ങളുണ്ട്. ഒന്ന്, ഈ സുപ്രീം കോടതി പോവുക ഹൈക്കോടതി പോവുക എന്ന് പറയുന്നത് ഞാനൊരു വെള്ളക്കടലാസിൽ പ്രിയ സുപ്രീം കോടതി എടുക്ക് നടപടി എന്ന് എഴുതി കൊടുത്താൽ ഉടനെ ചെയ്യാൻ പറ്റുന്ന ഒരു കാര്യമല്ല. ഈ നമ്മുടെ രാജ്യത്തിന്റെ ഗുണമെന്നോ ദോഷമെന്നോ പറയാവുന്ന ഒരു സാധാരണക്കാരന് പെട്ടെന്ന് കയറി ചെന്ന് ചെയ്യാൻ പറ്റുന്ന, ഒരു അഫോർഡ് ചെയ്യാൻ പറ്റുന്ന, ഫിനാൻഷ്യലി പോസിബിൾ ആയിട്ടുള്ള കാര്യമല്ല ഈ ചാടി കയറി പോയി സുപ്രീം കോടതി പോവുക. ഒരു കാര്യം ഞാൻ ഉറപ്പുതരാം, എന്നെ കൊണ്ട് ചെയ്യാവുന്നതിന്റെ പരമാവധി ഈ വിഷയത്തിൽ ചെയ്തിരിക്കും. പിന്നെ കേൾക്കുന്ന വളരെ പ്രധാനപ്പെട്ട ഒരു വിഷയമാണ്, ഈ 1750 പേജിന്റെ കോടതി വിധി വായിച്ചിട്ടുണ്ടോ, അത് വായിച്ചിട്ടില്ല. എന്റെ പൊന്നു സുഹൃത്തുക്കളെ, എനിക്ക് അതിനെപ്പറ്റി പറയാനുള്ളത്, ഈ വെട്ടം സിനിമയിൽ അതിന്റെ നായിക ദിലീപിനോട് പറയുന്ന ഈ ഡയലോഗാണ്. ഈ 1750 രൂപ 1750 രൂപ എന്ന് ഇങ്ങനെ ഇടയ്ക്കിടയ്ക്ക് കിടന്ന് കാറണ്ട. കാരണം അത് ഒരു കിട്ടാക്കനിയൊന്നുമല്ല. എനിക്ക് ആ പ്രൈമറി പോയിന്റ്, ഈ 1750 പേജ് പോയിട്ട് അതിൽ ഒരു പേജ് പോലും എഴുതാനുള്ള യോഗ്യത ഈ ജഡ്ജിക്ക് ഇല്ല എന്നുള്ളതാണ് ഇതിന്റെ പ്രൈമറി പോയിന്റ്. ആ ജഡ്ജ് ടൈൻറ്റഡ് ആണ്, കറപ്റ്റഡ് ആണ്. അവർ ചോദ്യമുനയിൽ നിൽക്കുകയാണ്. അവരെ ഹൈക്കോടതി ജഡ്ജി ആക്കുക ചെയ്യരുതെന്നല്ല ഞാൻ പറയുന്നത്. അവരുടെ സ്ഥാനത്ത് ഈ ആരോപണ മുനയിൽ നിൽക്കുന്ന ഞാനോ നിങ്ങളോ സമൂഹത്തിൽ, എന്തിന് ഈ സംസ്ഥാനത്തിന് മുഖ്യമന്ത്രി ആണെങ്കിൽ പോലും ചിലപ്പോൾ കേസെടുക്കുമല്ലോ. അപ്പൊ ജഡ്ജിമാരാണെങ്കിൽ മാത്രം അവർക്കെതിരെ വരുന്ന ഒരു ആരോപണത്തിനും മറുപടി പറയേണ്ടതാണ്. വൈൻഡപ്പ് ചെയ്യുന്നതിന് മുമ്പ് ഒരു ഓഡിയോ കൂടി ഞാൻ കേൾപ്പിക്കാം. ഇത് ഉല്ലാസ് ബാബു എന്ന് പറയുന്ന BJP നേതാവായിട്ടുള്ള ഒരു അഡ്വക്കേറ്റ് ദിലീപിന്റെ അനിയൻ അയച്ച ഒരു ഓഡിയോ ക്ലിപ്പാണ്. മാധ്യമങ്ങളിലൊക്കെ വന്നിട്ടുണ്ടാണ്. ഈ സമയത്ത് ജസ്റ്റ് ഒന്നും കൂടി ഒന്ന് ഓർമ്മിപ്പിക്കാൻ വേണ്ടി ഒരിക്കൽ കൂടി പ്ലേ ചെയ്യും. നമസ്കാരം. തേടിയ ഉള്ളി കാലിച്ചുറ്റി എന്ന് പറഞ്ഞ പോലെയാണ് ഇപ്പോഴത്തെ നമ്മുടെ ചേട്ടൻ്റെ ഈ കേസ് കൈമാറിയിട്ടുള്ള കോടതിയിലെ ജഡ്ജി ഉണ്ടല്ലോ, മൂപ്പരുടെ ഹസ്ബൻഡിൻ്റെതാണ് ഇപ്പോൾ ഏറ്റവും കൂടുതൽ വലിയ ആരോപണങ്ങൾ വന്നത്. ഒരു മറ്റേ ലോക്കപ്പ് മർദ്ദന മരണം എക്സൈസിൻ്റെ ജിജു എന്ന് പറഞ്ഞിട്ട് മൂപ്പരുടെ ഹസ്ബൻഡാണ് CA. അപ്പോൾ അതുമായി ബന്ധപ്പെട്ട് നമ്മുടെ സന്തോഷ് വക്കീലിനെ അവർ കോണ്ടാക്ട് ചെയ്തിരുന്നു. നമ്മുടെ ഭാഗത്ത് കൺഫ്യൂഷൻ ഉണ്ടാവരുത്, അവരുടെ ഭാവിനെ ബാധിക്കുന്ന ഒരു കാര്യമാണെന്നൊക്കെ പറഞ്ഞിട്ട്. അപ്പോൾ അത് നമുക്ക് വളരെ പോസിറ്റീവായിട്ടുണ്ട്, വേറെ ടെൻഷൻ ഉണ്ടാവില്ല. നല്ല ആത്മബന്ധം ഒന്നും കൂടി കീപ്പ് ചെയ്യാൻ സാധിച്ചിട്ടുണ്ടെന്ന് അർത്ഥം. അപ്പൊ കേട്ടല്ലോ, തേടിയ വള്ളി കാലിച്ചുറ്റി. ഏത് വള്ളി, ആര് ചുറ്റി, എപ്പ ചുറ്റി, ആർക്ക് വേണ്ടി ചുറ്റി, ഇതൊന്നും അറിയാനായിട്ടുള്ള അവകാശം ഈ നാട്ടിലെ ജനങ്ങൾക്കില്ല. പിന്നെ ഈ ജഡ്ജ്മെന്റിനെ കുറിച്ച്, ഉറപ്പായിട്ടും ഈ ജഡ്ജ്മെന്റിനെ കുറിച്ച് എനിക്ക് പറയാനുള്ള കാര്യങ്ങൾ മുഴുവൻ ഞാൻ പറയും. പക്ഷെ എനിക്ക് ഈ ശ്രീജിത്ത് പണിക്കരെയും രാഹുൽ ഈശ്വറിനെ പോലെ ആ 1750 പേജ് വായിച്ച ഉടനെ ഞങ്ങളുടെ രാമപിള്ള അങ്ങനെ പറഞ്ഞേ, ഞങ്ങളുടെ അണിയൻ വർഗീസ് ഇങ്ങനെ പറഞ്ഞേ, ഫിലിപ്പ് അച്ചായൻ അങ്ങനെ പറഞ്ഞെന്ന് പറഞ്ഞ് കൈയടിക്കുന്ന ഈ പീക്കിരി പിള്ളേരെ പോലത്തെ രാഷ്ട്രീയ പ്രവർത്തനമല്ല എനിക്ക് ചെയ്യാനായിട്ടുള്ളത്. എന്റെ ക്രെഡിബിലിറ്റി, എന്റെ വിശ്വാസ്യത എന്ന് പറയുന്നത് ഏതെങ്കിലും ന്യൂസ് അവർ ചർച്ച നടത്തുന്ന 2 പേർക്ക് എന്നോടൊരു സോഫ്റ്റ് കോർണർ തോന്നിയിട്ട് വേറെ കൊള്ളാവുന്ന 4 രാഷ്ട്രീയ നിരീക്ഷകർ, അതായത് MN കാരശ്ശേരിയോ ജോസഫ് സി മാത്യു അല്ലെങ്കിൽ അപ്പുക്കുട്ടൻ വള്ളിക്കുന്നോ ഇതിനൊക്കെ പോലെയുള്ള ഏതെങ്കിലും കൊള്ളാവുന്ന 3 രാഷ്ട്രീയ നിരീക്ഷകരുടെ നടുക്ക് എന്നെ പിടിച്ചിരുത്തിയിട്ട് ഞാനും ഇവരെ പോലത്തെ ഒരു നിഷ്പക്ഷ ഭയങ്കരനായിട്ടുള്ള രാഷ്ട്രീയ നിരീക്ഷകനാണ് എന്ന് പറഞ്ഞ് നാട്ടുകാരെ പറ്റിച്ചിട്ടുണ്ടാക്കി എടുത്ത ഒരു പബ്ലിക് ഇമേജും ക്രെഡിബിലിറ്റിയും അല്ല എനിക്കുള്ളത്. അതുകൊണ്ട് തന്നെ ഈ 1750 പേജ് വായിച്ചു തീർന്നതിന്റെ പിറ്റേ ദിവസം എനിക്ക് ഈ 10 വീഡിയോ സീരീസ് ചെയ്യാൻ പറ്റില്ല. ഒന്നാമത്തെ കാര്യം, ആ 1750 പേജിൽ ഒരു പേജ് പോലും എഴുതാനുള്ള യോഗ്യത ഈ പറയുന്ന പർട്ടിക്കുലർ ജഡ്ജിന് ഇല്ല എന്നുള്ളതാണ് ഇതിൻ്റെ അകത്തുള്ള പ്രൈമറി പോയിന്റ്. ഇനി ആ എഴുതി വെച്ച ജഡ്ജ്മെന്റിനെ കുറിച്ച് പറയാനായിട്ടുള്ള കാര്യങ്ങൾ ഞാൻ പറഞ്ഞു തുടങ്ങുന്നതിന് മുന്നേ അവസാനത്തെ പ്രോസിക്യൂട്ടർക്ക് എന്താണ് പറയാനുള്ളത്, അതിന് മുമ്പുള്ളവർക്ക് എന്താണ് പറയാനുള്ളത്, പോലീസിന് ഇൻവെസ്റ്റിഗേറ്റ് ചെയ്തവർക്ക് എന്താണ് പറയാനായിട്ടുള്ളത്, മറ്റേ അതിജീവിതയുടെ സൈഡിൽ എന്താണ് പറയാനുള്ളത്. ഞാൻ ഈ നാട്ടിലൊരു മന്ത്രിയും ഭയങ്കര ഇൻഫ്ലുവൻഷ്യൽ ഭയങ്കര പവർഫുൾ ഒരു മനുഷ്യനൊന്നുമല്ല, ഞാനൊരു സാധാരണക്കാരനാണ്. എനിക്കിതൊക്കെ മനസ്സിലാക്കണമെങ്കിൽ എൻ്റെതായിട്ടുള്ള ലിമിറ്റേഷൻസ് ഉണ്ട്. അതിൽ നിന്നുകൊണ്ട് ഇത് മനസ്സിലാക്കി പൂർണ്ണമായിട്ട് അതിനെക്കുറിച്ച് മനസ്സിലാക്കിയതിനു ശേഷം ഞാൻ പറയേണ്ട സമയത്ത് ഞാൻ പറയും. ആ വിധിയെക്കുറിച്ച് എനിക്ക് പറയാനുള്ള എൻ്റെ അഭിപ്രായം പറയും. ഒരു കാര്യം ഇതുവരെ മനസ്സിലായത് വെച്ചിട്ടുള്ള ഒരു ചെറിയ ഒറ്റ സെന്റൻസ് ഞാൻ പറയാം. രാമപിള്ളയുടെ പ്രതികരണമുണ്ട് ഈ വിധി വന്നതിന് ശേഷം. അദ്ദേഹത്തിന്റെ കരിയറിലെ ഏറ്റവും നിസ്സാരമായിട്ടുള്ള ഏറ്റവും ഈസി ആയിട്ടുള്ള കേസായിരുന്നു ഇതെന്ന്. അതിൽ ഒരു അത്ഭുതവും ഇല്ലാതെ സത്യമായിരിക്കും. കാരണം രാമപിള്ള ചെയ്യേണ്ട ജോലിയും കൂടി ഭംഗിയായിട്ട് ചെയ്യാൻ മറ്റൊരാൾ അവിടെ ഇരിക്കുമ്പോൾ രാമപിള്ളയ്ക്ക് ഈ കേസ് വളരെ നിസ്സാരമായിട്ടും ഈസി ആയിട്ടും തോന്നി എന്ന് പറയുന്നതിൽ എനിക്ക് ഒരു അത്ഭുതവും തോന്നില്ല. ഇതൊരു ക്രൂഷ്യൽ ജങ്ക്ചറാണ്.
ഈ അനീതി, ഈ സംഭവിച്ച അനീതിയുടെ ഒരു കൊടുമുടിയിൽ എത്തി നിൽക്കുന്ന ഒരു ശുദ്ധമായിട്ടുള്ള ഒരു തോന്നിവാസമാണ്. ഞാൻ റിക്വസ്റ്റ് ചെയ്യുന്നത്, ഞാൻ ഈ പറയുന്ന കാര്യങ്ങളിലൊക്കെ എന്തെങ്കിലും സത്യമുണ്ടെന്ന് തോന്നിയാൽ നിങ്ങൾ വേറെ ഒരു വിപ്ലവം കാണിക്കണ്ട, നിങ്ങളുടെ ശബ്ദം ഒന്ന് ഉയർത്തുക. നാളെ ഈ പറയുന്ന അവസ്ഥ നമ്മുടെയൊക്കെ അമ്മമാർക്കും പെമ്മന്മാർക്കും കുഞ്ഞുങ്ങൾക്കും പെമ്മക്കൊക്കെ ഒന്നും ഉണ്ടാകരുതെന്ന് നിങ്ങൾക്കുണ്ടെങ്കിൽ മാത്രം നിങ്ങൾക്ക് പറ്റുന്ന പ്ലാറ്റ്ഫോമുകളിൽ, നിങ്ങൾക്ക് പറ്റുന്ന അവസരങ്ങളിൽ, സോഷ്യൽ മീഡിയയിലാണെങ്കിലും സമൂഹത്തിലാണെങ്കിലും ഈ കാണിക്കുന്നത് ശുദ്ധ തോന്നിവാസമാണ്. അവര് ഹൈക്കോടതി ജഡ്ജി ആവുക ചെയ്യേണ്ടെന്നുള്ളതല്ല പോയിന്റ് എന്ന്, അവരൊരു ലീഗൽ ഒരു സ്ക്രൂട്ടണിക്ക് വിധേയമാകണം. ഈ ചോദിക്കുന്ന ചോദ്യങ്ങൾക്ക് അവർ മറുപടി പറയണം. അവരുടെ ടെലിഫോൺ റെക്കോർഡ്സ് പരിശോധിക്കണം, അവരുടെ ബാങ്ക് റെക്കോർഡ്സ് പരിശോധിക്കണം. ഏറ്റവും ബഹുമാനത്തോടെ തന്നെ പറയും. ഇതിനു ശേഷം മാത്രമേ പിന്നെ നിയമപരമായിട്ട് ഈ പറയുന്ന അതിജീവിതയ്ക്ക് വേണ്ടി ഫൈറ്റ് ചെയ്യുന്ന വലിയൊരു സമൂഹമുണ്ട്. ആ കൂട്ടത്തിൽ വക്കീലന്മാരുണ്ട്, കൂട്ടത്തിൽ അല്ലാത്ത എക്സ്പേർട്സ് ഉണ്ട്, സാമൂഹ്യ പ്രവർത്തകരുണ്ട്. ഈ അനീതി, ഈ ശുദ്ധ ലീഗൽ, ഈ ജുഡീഷ്യൽ തോന്നിവാസം, ജുഡീഷ്യൽ ടെററിസമാണിത്. ജഡ്ജ് ഹണിയം വർഗീസിനെ ഹൈക്കോടതി ജഡ്ജിയാക്കാൻ ശുപാർശ നൽകുക എന്ന് പറയുന്നത് ജുഡീഷ്യൽ ടെററിസമാണ്. ഈ തോന്നിവാസത്തിനെതിരെ അപ്പീൽ ചെയ്യാൻ, അത് തടയാൻ ചെയ്യാൻ പറ്റുന്നത് പരമാവധി ചെയ്യുക. ഞാൻ ഒരു സാധാരണ മനുഷ്യനാണ്. ഞാൻ ഈ ഫൈറ്റ് ചെയ്യുന്നത് ഒന്നും അതൊരു സിനിമാ നടി ആയതുകൊണ്ട് മാത്രമല്ല. പലരും പറയുന്നുണ്ടോ സിനിമാ നടി ആയതുകൊണ്ടല്ലേ ഇതുപോലെ പലരും സംസാരിക്കുന്നത്. നിർഭയ എന്ന് പറയുന്ന കുട്ടിക്ക് വേണ്ടി രാജ്യം മുഴുവൻ ഫൈറ്റ് ചെയ്ത അവളൊരു സിനിമാ നടി ആയിരുന്നിട്ടല്ല. നമ്മുടെ സംസ്ഥാനത്ത് തന്നെ കിളിരൂർ, കവിയൂർ എന്നൊക്കെ പറയുന്ന കേസുകൾ ഉണ്ടായ സമയത്ത് മനസാക്ഷിയുള്ള മനുഷ്യർ ആ കുട്ടികൾക്ക് വേണ്ടി നിൽക്കുകയും പൊരുതുകയും ചെയ്തത് ആ കുട്ടികളൊന്നും സിനിമാ നടിമാരായിട്ടില്ല. അതുപോലെ എന്നെ കൊണ്ട് ചെയ്യാൻ പറ്റുന്ന അനീതിയാണ്, ശുദ്ധ വൃത്തികേടാണെന്ന് തോന്നി ഇതുപോലുള്ള കാര്യങ്ങൾക്കെതിരെ ഞാൻ ഇനിയും പ്രതികരിച്ചിട്ടുണ്ട്, ഇനിയും പ്രതികരിക്കും, ഭാവിയിലും പ്രതികരിക്കും. അപ്പൊ അവസാനമായിട്ട് ഞാൻ പറഞ്ഞു നിർത്തുന്നത് അപേക്ഷയാണ്. നിങ്ങൾക്ക് ഉള്ള ശബ്ദത്തിൽ, നിങ്ങൾക്കുള്ള പ്ലാറ്റ്ഫോമുകളിൽ ദയവ് ചെയ്ത് പ്രതിഷേധിക്കുക, പ്രതികരിക്കുക. നന്ദി.